ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നയസ് വീഡിയോ. ഞാനെൻ്റെ പേരക്കുട്ടികളെന്ന് പറഞ്ഞ മീറ്റപ്പിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് ഭാഗത്തിൽ ഇത് മുഴുവനായിട്ട് കൊള്ളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രണ്ടാം ഭാഗമായിട്ട് ഇതാണ്. ഫസ്റ്റ് പാർട്ടിൽ ചോറ് കഴിക്കാൻ പോണതിൻ്റെ മുന്നത്തെ പരിപാടികളും അതുവരെ ഉള്ളതായിരുന്നു ഇട്ടിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഭക്ഷണം കഴിക്കുന്നതോ ഭക്ഷണത്തിന് ശേഷമുള്ള പരിപാടികളൊക്കെയാണ്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാണ്. ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിട്ട് നമ്മളെ തോണിയൊക്കെ പോണതും അതൊക്കെ നോക്കിയിരിക്കുകയാണ്. നിയു ബേബി മൈക്കൊക്കെ ഇട്ടേക്ക് എന്തൊക്കെയോ പാടാൻ വന്നതാണ്. പക്ഷേ സിദ്ധിനെ കണ്ടപ്പോൾ ആ പാട്ടൊക്കെ എവിടേക്കോ പോയി എന്നുള്ള ഒരു പിടുത്തമില്ല. എല്ലാവരും ഇവിടെ തന്നെ ഇതിൻ്റെ ചോട്ടും ഇതിൻ്റെ മേലെ അത് ഞാൻ അതിൽ കാണിക്കാൻ മറന്നിട്ടെ. ഈ മുളൻ്റെയൊക്കെ മേലെ നമ്മൾ വീടൊക്കില്ല, മുള വെച്ചിട്ടൊരു വീട് എന്തോ പറയുമല്ലോ അതിന്, മരത്തിൻ്റെ മുകളിലൊരു വീടൊക്കെ, ആ വീടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ മേലെ കുറേ ആൾക്കാർ ഇരുന്ന് ചോറുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അതിൻ്റെ മേലെ കയറിയിരുന്ന് ചോറുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ടേബിളിട്ട് കണ്ട് ചോറുന്നലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പരിപാടി നടത്തുന്നതിൻ്റെ അപ്പുറത്തായിട്ടുണ്ട് പാർക്കും കാര്യങ്ങളൊക്കെ, ഊഞ്ഞാലയും പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് ഊഞ്ഞാലൊക്കെ അടിച്ച് പിന്നെ നമ്മളെ കുട്ടികളെ കസേരക്കളിയുണ്ട്. കസേരക്കളിയിൽ വിജയിക്കുന്നവർക്ക് പഴയ കാലത്ത് സിഗരറ്റ് മുട്ടായി, തേനാറ്, പിന്നെ ജോക്കർ മുട്ടായി, അങ്ങനത്തെ മുട്ടായികൾ, പുളിയച്ചാറ്, പൊടിയച്ചാറ്, അങ്ങനത്തെ എല്ലാ മുട്ടായികളും സംഘടിപ്പിച്ച് ഫൈസൽ കൊണ്ടുവന്നിട്ടുണ്ട്. വല്യമാനെ കൊണ്ട് തന്നെ സമ്മാനം കുട്ടികൾക്ക് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കസേരക്കളിക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കസേരക്കളി കഴിഞ്ഞാൽ അതിൽ വിൻ ചെയ്യണവർക്ക് വല്യമ്മേനെ ആ മുട്ടായി വിൻ ചെയ്യണവർക്ക് എന്നില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കെടുത്തവർക്കൊക്കെ ആ മുട്ടായി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കും സന്തോഷമായി. അപ്പോൾ പിന്നെ വല്യമ്മക്കും അതൊരു ഹാപ്പിനെസ്, കുട്ടികളെ കളി ഇതൊക്കെ കണ്ടിരിക്കാനൊക്കെ. അനൗൺസ്മെൻറ്റ് അവളെ മാളുണ്ട്. മാൾ ടീച്ചർ ആയതുകൊണ്ട് ആ മൈക്ക് അവൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ കൊടുത്തതാണ്. അവൾക്ക് പറ്റിയതൊക്കെ വിളിച്ച് പറയട്ടെ വെച്ചിട്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾ കളിക്കണീനൊക്കെ നല്ല നല്ല കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്, കോമഡി ആയിട്ടും എല്ലാം പറയുന്നുണ്ട്. പിന്നെ അവളെ സാധിക്കിൻ്റെ മോനെ തോറ്റിട്ട, അപ്പോൾ അവനിട്ട് പൊരിക്കണ്ട തോറ്റപ്പോൾ. അല്ലോ ഇന്നാണ് ഇന്ന് രസം. നമ്മളെ വെറൈറ്റി ഡാൻസ് ആയിട്ട് എല്ലാവരും കളിക്കണേ കണ്ടപ്പോൾ ഒരു പൂതി കളിക്കാൻ. അപ്പോൾ ഞങ്ങളും ഒന്ന് കളിച്ചതാണ്. ചിരിക്കരുത്തിട്ട കളിയുടെ സ്റ്റെപ്പൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് പറ്റിയ സ്റ്റെപ്പ് എടുത്തിട്ട് കളിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടട്ടെ, അതിനും വേണ്ടിയിട്ട് അടിപൊളി പാട്ടിട്ടപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ളൊരു സ്റ്റെപ്പ് ഇടുകയാണ്.
ഡാൻസ് കളിച്ച് കറക്കി വിട്ടിട്ടാ പഹനിന്നെ. പിന്നെ ഞങ്ങളെ കസേരക്കളിന്ന് അടിപൊളി കസേരക്കളിന്ന്. പിന്നെ ലാസ്റ്റ് സാജും മോൾട്ടി ഉമ്മയും മോളും കൂടെ കളിച്ചിട്ട് ഉമ്മ ജയിച്ചിട്ടല്ല, മോള് ജയിച്ചിട്ടാ. സാജു മോൾട്ടിയാണത്, അതിൽ മോൾട്ടിയായി ജയിച്ചത് കേട്ടാ. മോൾട്ടിനോട് എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ സന്തോഷം എന്നൊക്കെയാണ് പറയുന്നത്. ചോറിന് കുറച്ചൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ചൂടോടെ പായസം കിട്ടി. പായസം അതേപോലെ ഓർഡർ ചെയ്താണ് കേട്ടോ. പായസം കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി ഓരോരുത്തർ ഗെയിമൊക്കെ ഇടുന്നിക്കണ്. പിന്നെ ഓരോരുത്തർ റെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ ഒക്കെ ശേഷം പിന്നെ ലെമൺ സ്പൂൺ ചെയ്യുന്നുണ്ട്. കുട്ടികളെ ലെമൺ സ്പൂൺ ചെയ്യുന്നു. കുട്ടികളെ പരിപാടി അടിപൊളി ചെയ്യുന്നുണ്ട്. കുറേ കുട്ടികളുള്ളതുകൊണ്ട് പരിപാടിയൊക്കെ അടിപൊളി ചെയ്യുന്നു. ലെമൺ സ്പൂൺ ഉണ്ടായിരുന്നു, ബലൂൺ പൊട്ടിക്കളി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ എല്ലാരും നിർത്തിക്കാളി ജയിച്ചിരിക്കുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു ഓടാനേ. കറക്റ്റ് ഇവിടെ ചവിട്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ നോക്കുന്നതാണ് കേട്ടാ. തൂക്കിമുട്ടരുത്. പെട്ടെന്ന് ബലൂൺ പൊട്ടിക്കാൻ നോക്കുക. നിൽക്കരുത്. പൊട്ടിക്കുക. പൊട്ടിക്കാൻ നോക്കുക. പരമാവധി തട്ടിപ്പിടിച്ച് വലിച്ചു പൊട്ടിക്കുക. ഏട്ടനും അനിയനും കൂടെയാണ്. ഷാനു വിജയിച്ചിരിക്കുന്നു. ഷാനു കുട്ടിയാത്തന്റെ മകൻ ഷാനു. ഇപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പരിപാടിയൊക്കെ ഏകദേശം 6 മണി വരെയാണ് അവർ ടൈം പറഞ്ഞിരിക്കണത് കേട്ടോ. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഒപ്പന എല്ലാം കൂടെ ഒരു കലാശക്കോട്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഒരു പാട്ടിട്ട് കൊടുത്തപ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ കലാശക്കോട്ടാണ്. പിന്നെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടെന്ന്, അടിപൊളിയായിരുന്നു. ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ചെട്ടി അടക്കം ഒരു ദിവസത്തിന് വന്നാണ്. ഇപ്പൊ ഒരു ദിവസമില്ല, ഒരു മണിക്കൂറിന് വേണ്ടി മാത്രം ഇത്. എന്നിട്ട് ആ ഒരു കുട്ടി ഒരു ഡ്രസ്സ് മാത്രം ഞങ്ങള് പോവാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ്. നേരെ 6 മണിയായിട്ടാ ഞങ്ങൾ പോവാണ്. ഇനി ഒരു കോൺ ഐസ്ക്രീം ഇവിടെ ഏൽപ്പിച്ചിരിക്കണ്. ഒക്കെ തിന്നിട്ട് പോവാണ്. ഐസ്ക്രീമാണ്.
ഇനി തിരിച്ചു പോവുകയാണ്. നേരെ 6 മണിയായി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പോണ സമയത്ത് ഓരോരോ കോൺ ഐസ്ക്രീം ഈ ഒരു കടയിൽ ഏൽപ്പിച്ചിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചിട്ട് എന്ന് ഈ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.